ഇവളുടെ അതേ ഛായയുള്ള ദശരഥ രാമവർമ്മയുടെ ഇളയ മരുമകൾ ദേവന്റെ ഭാര്യ വൈദേഹിയുടെ മരണത്തോടെ ആ വൈദേഹി താനാണെന്നും പറഞ്ഞ് ആ കുടുംബത്തെ പറ്റിച്ച് അവിടെ കയറിക്കൂടി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു ശ്രമം. പക്ഷേ താൻ വൈദേഹിയാണെന്ന് തെളിയിക്കാൻ പറ്റിയ തെളിവുകളില്ലാത്തതിനാൽ ഭർത്താവിന്റെ കൊലപാതകി എന്ന നിലയ്ക്ക് കോടതി അവളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അത് ശരി, വൈദേഹി ദശരഥ രാമവർമ്മയുടെയും എന്റെ അമ്മ കൗസല്യയുടെയും മരുമകളായിരുന്നു. അപ്പോ എന്റെ കുടുംബത്തിലെ അംഗോ? നീ ദശരഥ രാമവർമ്മയുടെ മരുമകളാണോ? അതെ. എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ. പേപ്പറിൽ നിനക്ക് വധശിക്ഷ കിട്ടിയ ന്യൂസ് ഉണ്ടായിരുന്നു. അതിൽ ദശരഥ രാമവർമ്മയുടെയും ദേവന്റെ പേര് കണ്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. തനിക്ക് എന്റെ കുടുംബക്കാരെയൊക്കെ അറിയോ? അറിയാൻ ചോദിച്ചാ വലിയ ഫാമിലി അല്ലേ. 1-2 പ്രാവശ്യം കാറ് റിപ്പയർ ചെയ്തപ്പോ കണ്ടിട്ടുണ്ട്, അല്ലാതെ അറിയില്ല. അപ്പൊ നീ ദേവന്റെ ഭാര്യയാണോ? അതെ. പിന്നെന്തിനാ ഇപ്പൊ ദേവന് എൻഗേജ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്? ഡേവിഡിന് എൻഗേജ്മെന്റ് പ്ലാൻ ചെയ്യുന്നു? അതെ. നൗഷാദിക്കയുടെ കാറ് കാലത്ത് റിപ്പയറിന് വന്നായിരുന്നു. അപ്പൊ കൊട്ടാരം വീട്ടിൽ നിന്ന് ആരോ വിളിച്ചായിരുന്നേ. അവിടുത്തെ ചെക്കൻ എൻഗേജ്മെന്റിന് റിങ്സ് ഓർഡർ ചെയ്തായിരുന്നു. ഇല്ല, ഡേവിഡിന് എന്നോട് ജീവനേക്കാൾ ഏറെ സ്നേഹം. ഞാൻ മനസ്സിലുള്ളിടത്തോളം മറ്റൊരു കല്യാണത്തിന് ദേവേട്ടൻ ഒരിക്കലും തയ്യാറാവില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് നീ ഇപ്പൊ ഇല്ലല്ലോ. മരിച്ചു എന്ന് കരുതി മറ്റൊരു കല്യാണം നടത്തുന്നതാവും. ഇല്ല, അങ്ങനെയൊന്നും നടക്കില്ല. വൈദേഹിയോടുള്ള ദേവേട്ടന്റെ സ്നേഹം എനിക്ക് അറിയൂ. അതിരിക്കട്ടെ, എൻഗേജ്മെന്റ് ആണെന്ന് പറഞ്ഞ് ആരാ റിംഗ് ഓർഡർ ചെയ്തേ? ദേവേട്ടന് വേണ്ടിയെന്ന് എങ്ങനെ മനസ്സിലായേ? എങ്ങനെയാ ചോദിച്ചാ റിഗിൽ എഴുതാൻ പേര് ചോദിച്ചായിരുന്നേ. അപ്പോ ആ പെണ്ണിന്റെ പേരും പറഞ്ഞിട്ടുണ്ടാവല്ലോ. എന്താ പറഞ്ഞേ? പെണ്ണിന്റെ പേര് ആരാധ്യ. ആ വക്കീലായിരുന്നോ? നിനക്കറിയോ? എന്തുകൊണ്ടറിയില്ല. ഞാൻ വൈദേഹിയല്ല, വൈശാലിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് വന്ന ലോയർ അവള്. ഡേവിഡിന്റെ ക്ലാസ്മേറ്റും ഫ്രണ്ടും ആണത്ര. വന്ന് കേറിയപ്പോ തൊട്ട് ഡേവിഡിന്റെ തോളത്തും കയറി നടക്കായിരുന്നു. എന്തായാലും ഫ്രണ്ടല്ലേ, അതിന്റെ സ്വാതന്ത്ര്യമായിരിക്കും കരുതി. പക്ഷെ കേസ് കഴിഞ്ഞിട്ടും ഡൽഹിയിലേക്ക് തിരിച്ചു പോവാത്തത് ഇങ്ങനെ വല്ല ഉദ്ദേശം കൊണ്ടാണെന്ന് എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആരാധ്യ വന്നത് കേസ് നടത്താനായിരുന്നില്ല, എന്റെ ഡേവിഡിന് വേണ്ടിയാ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ വൈദേഹിയാണെന്ന് വിശ്വസിപ്പിക്കാൻ എന്റെ മരണം വരെ കാത്തിരിക്കേണ്ടി വന്നാലും ഞാൻ ചിലപ്പോ മടിച്ചൊന്നും വരില്ല. പക്ഷെ എന്റെ ഭർത്താവിനെ അടിച്ചു മാറ്റാൻ ശ്രമിച്ച പിന്നെ ഞാൻ അടങ്ങിയിരിക്കുന്നു കരുതണ്ട. ഇപ്പൊ തന്നെ ചെല്ലട്ടെ, ആ വക്കീല് കുഞ്ഞിന്റെ കാര്യം ഞാൻ ശരിയാക്കി കൊടുക്കാം. സാറേ, നിങ്ങളുടെ അച്ഛമ്മ മോതിരം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. വരട്ടെ സാറേ. ഇന്ദു, ഏതോ റിങ്സ് വിളിച്ച് ഓർഡർ ചെയ്തിരുന്നില്ലേ? നൗഷാദൊക്കെ തന്നിട്ട് പോയതാ. ഇത് സാധാരണ റിംഗ് ഒന്നും അല്ല, നിന്റെ എൻഗേജ്മെന്റിന്റെ റിങ്സാ. ചുമ്മാ കളിക്കല്ലേ ഇന്ദു. പിന്നെ കളിക്കേണ്ട പ്രായമല്ലേ. നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഞാൻ അടങ്ങും. ഇന്ദു എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ലേ? ഇവിടെ ഓരോരുത്തരായി കല്യാണം കഴിപ്പിക്കാൻ നടക്ക. എനിക്ക് കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ അമ്മേ? അമ്മേ, എന്നെ ഇന്ദു കല്യാണം കഴിപ്പിക്കാൻ നടക്കുക. എൻഗേജ്മെന്റിന്റെ റിങ്സ് വരെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. എവിടെ ഇങ്ങ് തന്നെ? ഓ, ഇത് നല്ല ഭംഗിയുണ്ടല്ലേ അമ്മേ, നോക്ക്. നല്ല ഡിസൈനാ അല്ലേ? ഞാൻ പറയുന്നത് വല്ലതും നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ടോ? എന്റെ വൈദേഹിക്കല്ലാതെ എന്റെ ഈ മനസ്സിൽ മറ്റാർക്കും സ്ഥാനമില്ലാന്ന് നിങ്ങൾക്കറിയില്ലേ? പറഞ്ഞ മനസ്സിലാവില്ലെന്നുണ്ടോ? ഇതും കൊള്ളാല്ലേ? തമാശയ്ക്ക് പോലും എന്റെ അടുത്ത് കല്യാണക്കാര്യം പറഞ്ഞോണ്ട് വന്നേക്കരുത്. പണ്ട് അമ്മ നിന്നോടൊരു കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോ വൈദേഹി ജീവനോടെ ഉള്ളത് കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ വൈദേഹി മരണപ്പെട്ടു കഴിഞ്ഞില്ലേ?
എന്തുകൊണ്ട് കല്യാണം കഴിച്ചൂടാ? വൈദേഹി ഭൂമുഖത്തില്ലായിരിക്കാം, പക്ഷെ എന്റെ മനസ്സിൽ നിറയുണ്ട്. എന്നാ നീ വൈദേഹിയോട് തന്നെ ചോദിക്ക്. എന്നെ ഓർത്ത് കരഞ്ഞു പിഴിഞ്ഞ് ജീവിതം നശിപ്പിക്കരുത്, കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാനേ അവള് പറയൂ. എന്റെ വൈദേഹിക്ക് അവളുടെ ദേവേട്ടൻ എന്നും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ മാത്രമാണ് ആഗ്രഹം. ഇന്ദു എന്ത് വിവരക്കേടൊക്കെ ഈ പറയുന്നേ? കാലത്ത് ചീട്ട് എഴുതിയിടുന്നു, ഉച്ചയായപ്പോ റിങ്സ് വരുത്തുന്നു. അങ്ങനെയാണെങ്കിൽ പെണ്ണും നേരത്തെ റെഡിയായി കാണുമല്ലോ. അല്ല, ഇത് എപ്പോ തൊട്ട് തുടങ്ങിയ പ്ലാനിങ്ങാ നിങ്ങളുടെ? ഞാൻ എന്തിനു പെണ്ണിനെ കാണണം? നീ കണ്ടുവച്ച പെണ്ണ് തന്നെ. ഇന്ദു വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയല്ലേ. ഞാൻ ഏത് പെണ്ണിനെ കണ്ടുവച്ചു എന്നാ? അതിനെന്താടാ, ചെറുപ്പം തൊട്ട് ഒന്നിച്ചു വളർന്നവരല്ലേ നിങ്ങള്. ആരാധ്യ, അമ്മ എന്ത് വിവരക്കേടായി പറയുന്നേ? ആരാധ്യനെ ഞാൻ കല്യാണം കഴിക്കാനോ? ഞങ്ങൾ വെറും ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നുമില്ല. വേണമെങ്കിൽ അമ്മ അവളോടൊന്ന് ചോദിക്കേ. ദേവാ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാടാ. നിനക്കുണ്ടാവില്ലായിരിക്കും. ചെറുപ്പം തൊട്ട് നീ എന്റെ കളിക്കൂട്ടുകാരനായിരുന്നു. അതിനിടയ്ക്ക് എപ്പോഴാ നിന്നോട് സ്നേഹം തോന്നിയതെന്ന് എനിക്ക് അറിയില്ല. നിന്നോടൊപ്പം ജീവിക്കാൻ എനിക്ക് കൊതിയായി. അന്നേ പറയണമെന്ന് പലവട്ടം ഞാൻ ശ്രമിച്ചതായിരുന്നു. എന്തുകൊണ്ടോ പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നെ വിട്ട് ദേവൻ എവിടേക്ക് പോകാനാണെന്ന് കരുതി പലവട്ടം പറയാൻ നോക്കിയിട്ടും പറയാതിരുന്നു. നീ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നപ്പോ പറയണമെന്ന് വിചാരിച്ചതാ. ഇക്കാര്യം ഞാൻ എന്റെ വീട്ടുകാരെ അറിയിച്ചിരുന്നു. എന്ത് ചെയ്യാനാ, അപ്പോഴാ നീ വൈദേഹി ഇഷ്ടമാണെന്ന് വീട്ടില് പറഞ്ഞത്. പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലാന്ന് തോന്നിയോണ്ട ഡൽഹിയിലേക്ക് പോയത്. എന്നിട്ടും വീണ്ടും കണ്ടുമുട്ടിയപ്പോ പഴയ സ്നേഹം എന്നെ ഡൽഹിയിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ലടാ. നീ സന്തോഷത്തോടെ ആയിരുന്നെങ്കിൽ നിന്നെ വിട്ട് ഞാൻ എപ്പോഴേ ഇവിടെ നിന്ന് ഓടിപ്പോയേനെ. ഇങ്ങനെ വിഷമത്തിൽ ഒറ്റയ്ക്കാക്കി പോകാനാവുന്നില്ല. ഇതുപോലെ എന്നും നിനക്ക് കൂട്ടായി കഴിയണമെന്നുണ്ട്. ഞാൻ പറയുന്നത് നിനക്ക് ചിലപ്പോ ഇനി എന്താടാ അതല്ല ഇതല്ല എന്ന് ആ കൊച്ചിത്രയും തുറന്നു പറഞ്ഞപ്പോ ഇപ്പോഴും ഒരാൾ നിന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുണ്ടല്ലോ എന്ന് ഓർക്കപ്പോ അത് നിന്റെ ഭാഗ്യവും ഞങ്ങളുടെയൊക്കെ സുഹൃതവുമാ. ദാസ, നീ പറയടാ. ഇതിലിപ്പോ ഞാൻ പ്രത്യേകിച്ച് എന്ത് പറയാനാമേ? എല്ലാം മോന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ഞാൻ ഒരിക്കലും അവനെ ഒന്നിനും നിർബന്ധിക്കില്ല. പക്ഷെ മോൻ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം. വൈദേഹിയുടെ പെട്ടെന്നുള്ള മരണത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. ഇപ്പോഴും ആർക്കും അവളെ മറക്കാനുമായിട്ടില്ല എന്ന് കരുതി മോൻ അവളെ ഓർത്ത് മാത്രം ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയ ഞങ്ങൾക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല മോനെ. നാളെ എന്തെങ്കിലും നിനക്കൊരു കല്യാണം കഴിക്കണമെന്ന് തോന്നിയാ ഇത്രയും നല്ലൊരു കുട്ടിയെ കിട്ടിയെന്നും വരില്ല. അവന്റെ ഭാഗ്യാന്ന് പറഞ്ഞാ മതി. അല്ലെങ്കിൽ വിളിതിന് സമ്മതിക്കോ? വൈദേഹി വീണ്ടും നമ്മുടെ ദേവന്റെ കൂടെ ജീവിക്കാൻ ആരാധ്യയുടെ രൂപത്തിൽ വന്നതാണെന്നല്ലേ തോന്നുള്ളൂ. എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ എങ്ങോട്ട് കയറി പോന്ന മേഡം? പറയുന്നേക്ക് മേഡം. പ്ലീസ് മേഡം, പറയുന്നേക്ക് മേഡം. മേഡം മേഡം പറഞ്ഞ മനസ്സിലാകില്ലേ? മര്യാദയ്ക്കോടെ പൊക്കോ. സാറ് കണ്ട പിന്നെ അത് മതി. സാർ, സാറിന്റെ ഭാര്യ അത്രേ പറഞ്ഞാ കേൾക്കുന്നില്ല. എന്തിനാ ഇവരെ അകത്തേക്ക് കയറ്റിയത്? സോറി സാർ, സാറിന്റെ ഭാര്യ എന്ന് പറഞ്ഞോണ്ട്. ഇവള് എന്റെ വൈഫ്. പോടോ. നീ പിന്നെ കയറി വന്നെന്തിനാ? ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ? ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത് മനസ്സിലാവുന്നില്ല. ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാ വന്നേ. റിംഗ് ഒക്കെ ഓർഡർ ചെയ്തെന്ന് കേട്ടു. എൻഗേജ്മെന്റ് നടത്താൻ പോവാന്ന് പറഞ്ഞു.
അതെ, നടത്താൻ പോവാണ്. നിനക്കെന്താ അതില്? ഇത് ഞങ്ങളുടെ കുടുംബകാര്യ. നീ വൈദേഹി അല്ലാന്ന് പറഞ്ഞ് ഈ വീട്ടിലുള്ളവരൊക്കെ നിന്നെ നാണം കെടുത്തിയിട്ടും പിന്നെ എന്തിനാ വന്നത്? കല്യാണം കഴിഞ്ഞ് ഭാര്യയുള്ള ഒരാളെ കെട്ടാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് ഇവിടം വരെ ചാടിത്തുള്ളി വന്നിരിക്കുക അവള്. നിനക്കല്ലേ നാണം ഉണ്ടാവേണ്ടത്? വൈശാലി, മര്യാദയ്ക്ക് സംസാരിക്കണം. ഇതുവരെ മര്യാദയ്ക്ക് തന്നെയാ ഞാൻ സംസാരിച്ചേ. കാല് പിടിച്ചതല്ലേ, ആരെങ്കിലും കേട്ടോ? എന്നിട്ട് പോട്ടെ, സാരല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും സത്യം മനസ്സിലാക്കുന്ന കരുതി ഞാൻ മിണ്ടാതെ ഇരുന്നതാ. എന്റെ ഭർത്താവിനെ കൊണ്ട് വീണ്ടും കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നോ? എന്നിട്ട് ഞാനത് നോക്കി നിൽക്കണം? സ്റ്റോപ്പ് ഇറ്റ് വൈശാലി. വൈശാലി അല്ല, വൈദേഹി. വീട്ടിലുള്ളവരിങ്ങനെ പലതും പറഞ്ഞു നിന്നിരിക്കും. ദേവേട്ടൻ എന്താ പറ്റിയേ? വൈദേഹി ജീവനാണെന്നും വൈദേഹിക്കല്ലാതെ മറ്റൊരാൾക്ക് ജീവിതത്തിലെ സ്ഥാനം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കല്ല് പോലെ ഞാനിവിടെ നിൽക്കുമ്പോ തന്നെ വേറൊരു കല്യാണത്തിന് തയ്യാറാവുന്നോ? അല്ല ദേവേട്ടാ, ഞാൻ ചിലപ്പോ ശരിക്കും മരിച്ചു പോയിരുന്നെങ്കിൽ തന്നെ ഇത്രയും പെട്ടെന്ന് ദേവേട്ടൻ മറ്റൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത് കണ്ടോ, ഇവള് വൈദേഹി അല്ല എന്നുള്ളത് ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ? ഞങ്ങളുടെ വൈദേഹി അവളെ കുറിച്ച് ചിന്തിക്കില്ല. ദേവന്റെ സന്തോഷത്തെക്കുറിച്ച് മാത്രമേ അവള് ചിന്തിക്കാറുള്ളൂ. ഇതാണ് ദേവന് സന്തോഷം തരുന്നതെന്ന് അവൾ അറിഞ്ഞാ ചിലപ്പോ ഒപ്പം നിന്ന് അവന്റെ കല്യാണം നടത്തി തരും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലേ ദേവേട്ടന്റെ മനസ്സ് മാറ്റിയെടുത്തത്? ഞാൻ ഇപ്പോഴും ദേവേട്ടന്റെ സന്തോഷം തന്നെ ആഗ്രഹിക്കാറുള്ളത്. പക്ഷെ അത് എന്നോടൊപ്പം മാത്രം. അല്ലാതെ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ പറയില്ല. ഞാൻ മാത്രമല്ല, ലോകത്തൊരു പെണ്ണും അത് ആഗ്രഹിക്കില്ല. നീ വൈദേഹി അല്ലെന്ന് അവൻ പറഞ്ഞ സ്ഥിതിക്ക് ഏത് വകുപ്പിലാ നീ പ്രസംഗിക്കുന്നത്? ഇപ്പൊ നിന്റെ ശവം പോലും ബാക്കിയുണ്ടാവില്ലായിരുന്നു. ദേവനാ നിന്നെ രക്ഷിച്ചതെന്ന് മറന്നിട്ട് സ്വന്തം ജീവിതം നോക്കി പോവാണ്ട് ഇവനെ ശല്യം ചെയ്യുന്ന എന്തിനാ? ഇതാണ് എന്റെ ജീവിതം ഊർമിളേച്ചി. പറഞ്ഞ മനസ്സിലാക്കാൻ പറ്റില്ലെന്നുണ്ടോ? ദേവേട്ടൻ എന്റെ ഭർത്താവായതുകൊണ്ട് മാത്രം രാഷ്ട്രപതി ദയാഹർജി സ്വീകരിച്ചാലല്ലാതെ റദ്ദ് ചെയ്യാത്ത വധശിക്ഷയ്ക്ക് ഇളവ് കിട്ടിയത്. അവസാന നിമിഷം എന്റെ ഭർത്താവിനെ കൊണ്ട് അത് ചെയ്യിച്ചത് ആ ദൈവോ? ഞങ്ങളുടെ ബന്ധത്തിന് ഇതിലും വലിയ തെളിവ് വേറെ എന്താ വേണ്ടത്? ഞാനാ ദേവ തെറ്റ് ചെയ്തത്. നിനക്ക് അവളോട് സഹതാപം തോന്നിയപ്പോ നിന്റെ മനുഷ്യത്വം പരിഗണിച്ച ഞാൻ ഇവളെ ഒന്ന് സഹായിച്ചത്. തൂക്ക് കയറിന്ന് രക്ഷപ്പെടുത്തിയാലെങ്കിലും സ്വഭാവം മാറുമെന്നല്ലേ നമ്മൾ കരുതിയത്. വീണ്ടും ഇങ്ങനെ ശല്യം ചെയ്യുന്ന ആര് കരുതി? നിനക്ക് എന്താ വേണ്ടത്? വൈദേഹി ഇല്ലാത്ത ഇരുളടഞ്ഞവന്റെ ജീവിതത്തിൽ പ്രകാശം പകരാനാ ആരാധ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു നഷ്ടത്തിനിടയ്ക്ക് ചെറിയൊരു സമാധാനം, അതും കൂടി നീ ഇല്ലാതാക്കരുത്. പോയിക്കോ ഇവിടുന്ന്. ഒന്ന് മതിയാക്കെന്റെ അമ്മ. ഏത് പെണ്ണിനെ കണ്ടാലും ഉടനെ ദേവേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. ഇതല്ലാതെ നമ്മുടെ മനസ്സിൽ വേറെ ഒന്നും തോന്നുന്നില്ലേ? പണ്ടും ഇതുപോലെയായിരുന്നു. അനാഥയുടെ കുഞ്ഞിനെ അനന്തരാവകാശി ആക്കില്ലെന്നും പറഞ്ഞ് മാളവികയെ കൊണ്ട് ദേവേട്ടനെ കെട്ടിക്കാൻ നോക്കി. അന്ന് തുടങ്ങിയതാ ഞങ്ങൾക്ക് രണ്ടുപേർക്കിടയിലുള്ള ഈ അകൽച്ച. അതിന് ഇന്നൊരു അവസാനമില്ല. സത്യത്തില് അന്ന് അമ്മ അങ്ങനെ ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നാർക്കും ഇങ്ങനെ കിടന്ന് പെടയേണ്ടി വരില്ലായിരുന്നു. ഇതിനെല്ലാം കാരണം അമ്മയാ. അമ്മ ഒരാള് കാരണം ഞങ്ങളുടെ ജീവിതം ഒന്നും അല്ലാതായി തീർന്നത്. വൈശാലി, ഇനിയും നിന്റെ വായിന്ന് എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും വന്നാ പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ്? സത്യം തന്നെയല്ലേ? അന്ന് തൊട്ടല്ലേ ദേവേട്ടൻ ഇങ്ങനെയായി പോയത്? എന്നാ പിന്നെ ഞാൻ വൈദേഹിയല്ല എന്നുള്ള സംശയം ഇതുവരെ മാറിയില്ലെങ്കിൽ കുറച്ചു കാലം കൂടി ഒന്ന് ക്ഷമിച്ചൂടെ? വിശ്വാസത്തിന് ഒരു ദിവസം ഉണ്ടാവും. പക്ഷെ
ഈ കല്യാണം കഴിക്കാൻ മാത്രം നിക്കരുത് ദേവേട്ടാ. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ എന്തിനു നീ പറയുന്ന കേൾക്കണം? ഞാൻ എപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഉപദേശിക്കാൻ നീ ഇവിടുത്തെ ആരാ? ഇങ്ങനെ ഒരു കല്യാണത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ നീ ഇപ്പൊ ഇങ്ങനെ വാശി പിടിക്കുന്ന കാണുമ്പോ എനിക്ക് തോന്നുക. ഇന്ദു, എൻഗേജ്മെന്റ് എപ്പോഴാന്നാ പറഞ്ഞേ? എന്റെ പിറന്നാളിന്റെ അന്ന്. എന്നാ അതങ്ങ് ഉറപ്പിച്ചേക്ക്. ഈ കല്യാണത്തിന്റെ മുഹൂർത്തം എത്രയും പെട്ടെന്ന് തന്നെ വേണം. ആരാ തടസ്സം നിൽക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. ദേവേട്ടാ, ആരാധ്യ വിളിച്ചോണ്ട് പോവിളെ. ദേവേട്ടാ, ഏയ്, നിന്നെ രക്ഷിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. ഇങ്ങോട്ട് വന്നേ, നടക്ക്. ഹേയ്, കയ്യിന്ന് വിട്. വരാൻ. ദേവേട്ടാ, മിണ്ടരുത്. ദേവേട്ടാ. മോനെ ദേവ, നീ അകത്തേക്ക് വാ. ഏയ്, ഇതുവരെ വക്കീലായിട്ട് മാത്രമേ ഞാൻ നിന്നോട് സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ദേവന്റെ പെണ്ണ. ഇനി എന്തെങ്കിലും നീ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിന്റെ പുറകെങ്ങാനും ഇങ്ങനെ നടന്ന. ഹേയ്, നീ കല്യാണം കഴിക്കാൻ പോകുന്നെന്നോ? ദേവേട്ടൻ എന്റെ ഭർത്താവാ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ നിനക്ക് നല്ലത്. ഞാൻ പോകുന്നത് അവിടെ നിക്കട്ടെ. ഇനി ഈ വീടിന്റെ പരിസരത്തെങ്ങാനും നീ വന്ന വേറെ ഏതെങ്കിലും കേസിൽ പിടിച്ചിട്ട് ജയിലിലേക്ക് തന്നെ അങ്ങ് അയക്കും. സെക്യൂരിറ്റി, മാഡം. ഇവളെ പിടിച്ച് പുറത്താക്ക. ഓക്കേ, ഇനി മാഡം. ഒരിക്കലും ഈ ഗേറ്റിനകത്തേക്ക് ഇവിടെ കടത്തിവിടരുത്. ശരി മാഡം. നടക്കേ, ശരിയാക്കി തരാം. എന്റെ കയ്യിന്ന് വിട്. എന്തു പറ്റി? എല്ലാം കണ്ടില്ലായിരുന്നോ? എന്നെ പിടിച്ച് പുറത്താക്കി. ഇവരൊക്കെ എങ്ങനെയാ? മനസാക്ഷിയില്ലാത്ത വർഗം, ബന്ധങ്ങളുടെ വിലയറിയാത്തവര്. അവരുടെ കാര്യം അവിടെ നടക്കട്ടെ. എന്തേലും പ്രശ്നമുണ്ടായ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വരാം. നീ ചെല്ല് എന്നും പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചിട്ട് എന്താ വരാതിരുന്നേ? വരണമെന്ന് തന്നെയാ വിചാരിച്ചേ. പക്ഷേ എന്താ ഒരു പക്ഷേ? വന്ന എന്നെ കണ്ടതും എന്റെ അമ്മയുടെ ഹൃദയം നിലച്ചു പോകുന്നുള്ള പേടിയായിരുന്നു. നിന്റെ അമ്മയുടെ ഹൃദയം നിലച്ചു പോകുന്നു? എന്തിന്? എന്റെ അമ്മ വേറെ ആരുമല്ല വൈദേഹി. നിന്റെ അമ്മായിയമ്മ കൗസല്യാദേവി. നമ്മളെ രണ്ടുപേരും ഒരു കുടുംബമാ. എന്റെ ദേവേട്ടന്റെ അമ്മ നിന്റെ അമ്മയോ? എന്തൊക്കെയാ പറയുന്നേ? അതെങ്ങനെയാ? എങ്ങനെയാന്ന് ചോദിച്ചാ, നീ മരുമകളായിട്ട് ഇവിടെ വന്ന് കയറിയപ്പോ എന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കി. ഒരു മകനായിട്ട് ആ വീട്ടിനകത്തേക്ക് എന്റെ അമ്മ കയറ്റില്ല. നീ പറയുന്നതൊക്കെ സത്യമാണോ? എന്നാലും അമ്മ പറഞ്ഞെന്ന് കരുതി നീ എന്തിനാ മാറി നിൽക്കുന്നേ? മോനാണ് എന്നും പറഞ്ഞങ്ങ് കേറി ചെന്നാ പോരെ? നീയും മരുമകളാന്ന് പറയുന്നില്ലേ? ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എന്റെ അവസ്ഥ അതുപോലെ. ദേവൻ മനസ്സ് വെച്ചാൽ മാത്രമേ നീ വൈദേഹിയാണെന്ന് എല്ലാവരും അറിയൂ. എന്റെ അമ്മ മനസ്സ് വെച്ചാലേ ഞാൻ മകനാണെന്ന് എല്ലാവരും അറിയും. ഇപ്പൊ നമ്മളെ രണ്ടുപേരുടെയും ജീവിതം ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെ. മറ്റൊരാളുടെ അംഗീകാരം വേണം നമ്മൾ ആരാണെന്ന് തെളിയിക്കാൻ. ഇതൊന്ന് നോക്കി. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഇഷ്ടപ്പെട്ടില്ല. ആണോ? ഇതോ? കൊള്ളില്ല. അത് ശരി. നീ ഇവിടുത്തെ മരുമോളാവാൻ വേണ്ടിയാണോ ഈ കേസ് വാദിച്ച് ജയിച്ചത്? അതോ കേസ് വാദിക്കാൻ വന്ന വഴിക്ക് തീരുമാനിച്ചതാണോ ഇവിടുത്തെ മരുമോളാവാൻ? രണ്ടുമല്ല. എന്നേ ഞാൻ ഇവിടുത്തെ മരുമകളാകേണ്ടതായിരുന്നു. ഇപ്പോഴാ ഒത്തു വന്നേ. നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്നായാലും അത് ഉറപ്പായിട്ടും നടന്നിരിക്കും. ഇതൊന്ന് നോക്കി സെലക്ട് ചെയ്യേ. ഐ തിങ്ക് ദിസ് ഇസ് ലുക്ക് നൈസ്. യു ഷുഡ് ഗോ വിത്ത് ദിസ്. ഇത് നിനക്ക് ശരിക്കും നന്നായിട്ട് ചേരും അല്ലേ? പിങ്ക്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി ആരാധ്യ. ദേ, ഈ ഡ്രസ്സ് നിനക്ക് അടിപൊളിയായിരിക്കും ഉറപ്പ്. നോക്ക്,
ശരിയാ, ഇത് എനിക്കും ഇഷ്ടായി. എന്നാ ഇതങ്ങ് ഫിക്സ് ചെയ്താലോ? ആ ഓക്കെ. ഒരു വട്ടം ഒന്ന് ദേവനെയും കൂടി കാണിച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്താ പോരെ? സമയമില്ല ആരാധ്യേ, ഒന്ന് പെട്ടെന്ന് കാണിക്കേ. പ്ലാൻ ചെയ്യണ്ടേ? കമോൺ. ശരി, ഇപ്പൊ തന്നെ പോവാം. ഏയ്, ഒരു മിനിറ്റ് അവിടെ ഇരുന്നേ. ദേവൻ കല്യാണത്തിന് സമ്മതിച്ചതുകൊണ്ട് വൈദേഹി പൂർണ്ണമായി മറന്നു എന്നൊന്നും കരുതണ്ട. വൈദേഹി ദേവന്റെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം നീ അവന്റെ ജീവിതത്തിൽ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ. അതുകൊണ്ട് കഴിയുന്നത്രയും പെട്ടെന്ന് ദേവന്റെ മനസ്സിലെ വൈദേഹിയുടെ സ്ഥാനം നീ നേടിയെടുക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ ഉറപ്പായിട്ടും അതാണ് എന്റെ ലക്ഷ്യം. ഊർമിളയ്ക്കൊരു കാര്യം അറിയോ? ഞാനൊരു കാര്യം ആഗ്രഹിച്ച ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഞാനത് നേടിയെടുക്കും. എനിക്ക് വേണ്ടതും ഇതൊക്കെ തന്നെയാ.